നമുക്ക് ദൈവം തന്നതായ വിലപ്പെട്ട ജീവിതം അത് നശിപ്പിക്കുവാനുള്ളതല്ല. മദ്യപാനവും മയക്കുമരുന്നും തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും ശാശ്വതമായൊരു സമാധാനമോ സന്തോഷമോ മനുഷ്യൻ നൽകുവാൻ കഴിയത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് ലോകം ഒരു നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ, വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ, പലവിധമായ അപകടങ്ങൾ ഒക്കെ മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം മാരകമായ രോഗങ്ങൾ മനുഷ്യനെ കടന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണ എന്ന മാരകമായ ആ വൈറസ് നമുക്കറിയാം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ഇടയായിത്തീർന്നു. ഈ അടുത്ത കാലത്തായി യൗവനക്കാര് പോലും പെട്ടെന്ന് അറ്റാക്കുണ്ടായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ആരോഗ്യത്തോടെ മറ്റ് ശാരീരിക പ്രശ്നമില്ലാതെയൊക്കെ ഇരിക്കുന്ന ആളുകൾ നിലച്ചിരിക്കാത്ത സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതം താൽക്കാലികമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് ഈ സന്ദേശം ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്രയോ നൂറുകണക്കിന് ആളുകൾ നൊടി നേരം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കാം. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നത്, ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളോട് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവികമായ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് സ്വയമായി തന്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിൽ ജനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മനുഷ്യൻ പാവികളാണ്. ഞാൻ പാവി എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ മറ്റ് ദുർമാർഗങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് പാവി എന്ന പദം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചെന്നിരിക്കാം. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. സർവശക്തനാകുന്ന ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ നാം ജീവിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പാപമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവികമായ ബന്ധം മനുഷ്യനില്ലാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യ ജീവിതം അസ്വസ്ഥമായി തീരുന്നു. സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ മനുഷ്യൻ അധപതിക്കുവാനിടയായിത്തീരുന്നു. എന്നാൽ നിങ്ങളോടൊരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരിക്കൽ ഞങ്ങൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ തകർച്ചയുടെ അനുഭവത്തിലായിരുന്ന ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ശ്രമിക്കുന്ന നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. നിങ്ങളെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങൾ എത്ര പ്രശ്നത്തിൽ അകപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര ജീവിതം തകർന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം തന്ന് പ്രത്യാശ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദയുടെ ബേത്ലഹേമിൽ ലോകരക്ഷകനായ കർത്താവായ യേശു മനുഷ്യാവതാരം എടുക്കുവാനിടയായിത്തീർന്നു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? വിശുദ്ധ വചനം പറയുന്നു, ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, പാപത്തിന് യഥാർത്ഥമായി മോചനം തന്ന് നിത്യസമാധാനവും സന്തോഷ ജീവിതം നൽകുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ,
യേശു ഒരു മതത്തിന്റെ നേതാവല്ല, ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ടല്ല ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നിത്യസമാധാനം സന്തോഷം തരുവാൻ, അതുമാത്രമല്ല മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യജീവനെ നൽകുവാൻ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ള കാര്യം ധൈര്യത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വിശുദ്ധ വചനമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മദ്യം കൊണ്ടോ മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടോ ഒരിക്കലും ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല, ഒരു സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല. പ്രസ്തുത നമ്മുടെ പണം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കൽ കടന്നു വരിക, ഒരു പൈസ മുടക്കാതെ, ഒരു പുണ്യസ്ഥലങ്ങളിൽ പോകാതെ, ഒരു നേർച്ച കാഴ്ചകൾ നടത്താതെ സൗജന്യമായി രക്ഷ യേശു ക്രിസ്തു തരുവാനായിട്ടിടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അധ്വാനിക്കുന്ന പണം മദ്യഷാപ്പിൽ ചെലവഴിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനവും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയ സമ്പാദ്യമെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നഷ്ടമല്ലാതെ ജീവിതത്തിൽ ഒരു ലാഭവുമില്ല. ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ മദ്യപിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒരിക്കലും ശാശ്വതമായ ഒരു പരിഹാരം അവർക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിത്യസമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ടിടയായിത്തീരും. ഈ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളിൽ എത്ര പേർ തയ്യാറാകുന്നു? ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവസകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും ഇതിനൊക്കെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരിക്കൽ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പാകെ കടന്നു വരേണ്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കണ്ണിന് മുമ്പാകെ നമ്മുടെ പാവങ്ങളെ മറയ്ക്കുവാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒരു പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും നമ്മുടെ ഭാവത്തെ മാറ്റുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ കടന്നു വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തയ്യാറാകുമോ? ഈ നിമിഷം നമുക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നു. നാളെ എന്നത് നമുക്കുള്ളതല്ല. നാളെ എന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമയം വൃഥാവായി കളയാതെ യേശുവിന്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനപ്രകാരം നിങ്ങളുടെ സകല പാവവും മായ്ക്കുവാൻ യേശു കാൽവരി കുരിശിൽ ഒഴുക്കിയ രക്തത്തിന് കഴിയും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യന്റെ പാപങ്ങളെ തങ്ങളിലേക്ക് ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഈ കർത്താവായ യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷവും തരുവാൻ യേശുവിന് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കർത്താവായ യേശുവിനെ സ്വീകരിപ്പാൻ എന്താണ് ചെയ്യുന്നത്? യേശുവേ, അങ്ങ് രക്ഷകനാണ്, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അങ്ങ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. എന്റെ പാവങ്ങളെ ക്ഷമിക്കണമേ, എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ, എന്നെ ദൈവത്തിലായി സ്വീകരിക്കണമേ എന്നുള്ള തീരുമാനത്തോടെ നിങ്ങൾ ആത്മാർത്ഥമായി ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ പാപക്ഷമയുണ്ടാകും, നിത്യസമാധാനവും സന്തോഷം തരും. ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. രാജ്യത്തോട് എതിർക്കും യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അവിടെ ഇടങ്ങളായി ഉണ്ടാകും. ഇതിന്റെയൊക്കെ ലക്ഷണം എന്താണ്? വിശുദ്ധ വചനം പറയുന്നു, ഒരിക്കൽ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു താമസമന്യേ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ്. തന്നിൽ വിശ്വസിച്ച് തന്റെ മക്കളായി ജീവിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശു ഇതാ വീണ്ടും വരുന്നു. യേശുവിനെ സ്വീകരിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ ഈ വചനത്തെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.